നടിയെ ആക്രമിച്ച കേസിൽ 6 പ്രതികൾക്കും തുല്യ ശിക്ഷ, 20 വർഷം കഠിന തടവ്, 50,000 രൂപ പിഴ. ഇത് വളരെ അനുകരണീയമായ ഒരു മാതൃക എന്ന് പറയാം. സാധാരണ രീതിയിൽ ഒരു കൂട്ട ആക്രമണം നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തിയ അല്ലെ പ്രധാന പ്രതിക്ക് ഒരു ശിക്ഷ, അതിനുശേഷം മറ്റു പ്രതികൾക്ക് അവരുടെ കുറ്റകൃത്യങ്ങളുടെ ഒരു ഡെപ്ത് അനുസരിച്ചായിരിക്കും ശിക്ഷാവിധി. ഇവിടെ അങ്ങനെയല്ല. നടിയെ ആക്രമിച്ച് ഉപദ്രവിച്ച വ്യക്തിക്കും അവളുടെ കണ്ണു പിടിച്ച് മുഖം പൊത്തി പിടിച്ചവർക്ക് അല്ലെങ്കിൽ അവളുടെ കൈയും കാലും കെട്ടിയവർക്ക് എല്ലാവർക്കും ഒരേപോലെ ശിക്ഷ വിധിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു 7-8 വർഷം കാത്തിരുന്ന ഒരു വലിയ വിധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് തന്നെ 3:30-ക്ക് വിധി പറയുമെന്ന് പറഞ്ഞു. പക്ഷേ വിധി വന്നപ്പോഴേക്ക് 5 മണി കഴിഞ്ഞു. ഇത്രയും നേരം കേരളം സമൂഹം മുഴുവൻ കാത്തിരിക്കായിരുന്നു. അപ്പം നേരത്തെ മുതൽ പറഞ്ഞത് ദിലീപിന് നീതി കിട്ടി, അല്ലെങ്കിൽ ദിലീപ് പുറത്തു വന്നതോടുകൂടി അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഇത് സത്യത്തിൽ അതിജീവിതയെ ഉപദ്രവിച്ചു എന്ന് പറയുന്ന 6 പ്രതികൾ, എല്ലാ തെളിവുകളും ഇവർക്കെതിരായിരുന്നു. ആ 6 പ്രതികൾക്കും 20 വർഷം കഠിന തടവെന്ന് പറഞ്ഞാൽ ഏതാണ്ട് മാതൃകാപരമായ ഒരു ശിക്ഷ തന്നെയാണ്. അപ്പോൾ വീണ്ടും ഈ അതിജീവിതയ്ക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയവർ ഇതുകൊണ്ട് തൃപ്തരാകുമോ, അതോ വീണ്ടും ദിലീപിന് വേണ്ടി മുറവിളി കൂട്ടുമോ, ഒന്നും അറിയില്ല. മാഷ് എങ്ങനെയായിരുന്നു വിലയിരുത്തുക? അല്ല, ഇതിൽ പോസിറ്റീവായൊരു കാര്യം ഇതിലുള്ളത്, ഒരു ക്രൈമിനെ ഒരു യൂണിറ്റായിട്ട് കണ്ടു. ഒരു കുട്ടിയുടെ മാനം എന്നത് ആണ് ആ കുട്ടി അപമാനിതയായി എന്നതാണ്. മാനം കെടുത്തി അവളെ അപായപ്പെടുത്താൻ ശ്രമിച്ചു, അവളെ ജീവനും മാനവും അപായത്തിലായി എന്നതാണ് ഇതിലെ കേസ്. അതിന് കൊട്ടേഷൻ എടുത്തവരാര്, അതിന് വണ്ടി ഓടിച്ചവരാര്, ഈ പറഞ്ഞ പോലെ പിടിച്ചു വെച്ചവരാര്, ഓരോ തരത്തിൽ ആ ക്രൈമിന്റെ കൊച്ചു കൊച്ചു അംശങ്ങളിൽ പങ്കുവഹിച്ചവർ പോലും ഈ മഹാകുറ്റത്തിൽ പങ്കാളികളാണ് എന്നൊരു തരത്തിലെടുത്തു. ക്രൈമിനെ ഒറ്റ യൂണിറ്റായിട്ട് കണ്ട ഒറ്റ പണിഷ്മെന്റ്. ഇനി മേലാൽ ഇതും എല്ലാവർക്കും ഒരു പാടാണ്. ഇനി മേലാൽ ഞാൻ അവനെ ചെറുതായിട്ട് സഹായിച്ചിട്ടല്ലേ ഉള്ളൂ, ഞാൻ തോക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടല്ലേ ഉള്ളൂ, ഞാൻ അവന് ഭക്ഷണം കൊണ്ട് കൊടുത്തിട്ടല്ലേ ഉള്ളൂ, ഞാൻ അവൻ പറഞ്ഞപ്പോൾ പിടിച്ചു വെച്ചു കൊടുത്തിട്ടല്ലേ ഉള്ളൂ, അപ്പം എനിക്ക് ചെറിയ ശിക്ഷ പോരെ എന്ന് ചോദിക്കുന്ന ഒരു പതിവ് രീതി ഉണ്ടല്ലോ. അത് നമ്മുടെ കോടതികളിൽ നിന്ന് വ്യത്യസ്തമായൊരു മാതൃക വന്നു എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ചോദ്യം വളരെ പ്രധാനമാണ്. അതിജീവിതയ്ക്ക് വേണ്ടി വാദിക്കുന്നവർ ഈ വിധിയല്ല, ഇനി അവർക്ക് തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ പോലും അവർ സാറ്റിസ്ഫൈഡ് ആവില്ല, അവർ സംതൃപ്തരാവില്ല. കാരണം അവരുദ്ദേശിച്ചത് ആരെയായിരുന്നുവോ ആ പ്രതിക്ക് ശിക്ഷ കിട്ടിയിട്ടില്ല. അവർക്ക് വേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ അവർ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് അവരുടെ ബോധ്യമായിരിക്കാം, നമുക്കറിഞ്ഞുകൂടാ. അവരുടെ ബോധ്യപ്രകാരം ഈ കേസിൽ ദിലീപ് ഈ 1, 2, 3, 4, 5, 6, 7 പ്രതികളെക്കാൾ വലിയ പങ്ക് 8ാം പ്രതി വഹിച്ചു എന്ന് വിശ്വസിക്കുന്നവരാണ്. അവർ വിശ്വസിക്കുന്നുണ്ട്, അത് അവർക്ക് വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ അവർ കാണിക്കേണ്ട ഒരു സാമാന്യ മര്യാദ, അവർ കോടതിയിൽ വിധി പറയുന്നത് വരെ ഇവർക്ക് വാദിക്കുകയും അവരുടെ ഇഷ്ടമനുസരിച്ചൊക്കെ പെരുമാറുകയും ചെയ്യാം. കോടതി വിധി പറഞ്ഞു കഴിഞ്ഞാൽ ആ വിധിയാണ് രാജ്യത്തിൻ്റെ ഇപ്പോൾ സോഫാറുള്ള വിധി, അതാണ്. ഇനി അത് അപ്പീൽ പോകാൻ സഹായിക്കാം, അതിജീവിതയെ സഹായിക്കാം. എന്നിട്ട് അപ്പീൽ പോയിട്ട് അടുത്ത വിധി വരുന്നത് വരെ കാത്തിരിക്കാമെന്നല്ലാതെ അതിനിടയിൽ ഈ വിധി തെറ്റായി, ഈ വിധി അട്ടിമറിച്ചു, ഈ വിധി അങ്ങനെയാണ്, നീതിന്യായ പീഠം ഒട്ടും ശരിയല്ല, പണക്കാരൻ്റെ പക്ഷത്താണ്, പണം കൊടുത്ത് വിധി വാങ്ങിയതാണ് തുടങ്ങിയ ആരോപണങ്ങൾ നമ്മുടെ നീതിന്യായ സംവിധാനത്തിന് ഒരു ഗുണം ചെയ്യുന്ന ഒന്നല്ല. കാരണം നീതിന്യായ സംവിധാനത്തിലുള്ള വിശ്വാസം നമ്മുടെ മൊത്തം നാട് നഷ്ടപ്പെടുത്തും. അത് എന്തിൻ്റെ പേരിലായാലും, അതിപ്പോൾ അതിജീവിതയുടെ കൂടെ നിൽക്കുന്നവരായാലും, WCC ആയാലും, ഈ സിനിമാ സംഘടനകളിൽപ്പെട്ടവരായാലും, അമ്മയ്ക്കകത്തെ വിഭാഗീയതയായാലും ഒക്കെ അവർ ഈ നീതിപീഠത്തോട് ഇതുവരെ പറഞ്ഞതുപോലെ അല്ല. ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി നീതിന്യായ പീഠത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. അത് എത്ര വൻതോക്കുകളായാലും നമ്മുടെ കോടതി അലക്ഷ്യത്തിൻ്റെ പട്ടികയിൽ അത് ഗൗരവമായിട്ട് കാണേണ്ട പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ പോലും വരേണ്ടതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മാഷ് എങ്ങനെ അതിനെ നോക്കുകയാണ്? അല്ല, ഈ വിധിയുടെ പോസിറ്റീവ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത്, ഇതേപോലെയുള്ള പരിപാടിയിൽ മറ്റാളുകൾ മേലാൽ പങ്കെടുക്കാൻ പാടില്ല എന്ന വളരെ കൃത്യമായിട്ടുള്ള മെസ്സേജ് കോടതി നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതെപ്പോഴും കോടതിയുടെ മുന്നിലുള്ള വിഷയം അതാണ്. ഒരു കുറ്റകൃത്യം നിർവഹിച്ചു കഴിഞ്ഞാൽ ആ കുറ്റകൃത്യത്തിൽ പങ്കാളികളാകുന്ന കുറ്റവാളികൾക്ക് ശിക്ഷ കൊടുക്കുമ്പോൾ കുറ്റവാളികൾക്ക് മാത്രമല്ല ശിക്ഷ കൊടുക്കുന്നത്, മേലാൽ ഇതേപോലെ കുറ്റവാളികൾ ഉണ്ടാകാൻ പാടില്ല. അത് കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റ് അനുസരിച്ചാണ് അഹമ്മദ് മാഷ് പറഞ്ഞ പോലെ ഈ കുറ്റകൃത്യത്തെ ഒരു സിംഗിൾ യൂണിറ്റായിട്ട് കണക്കാക്കുകയും അതിൽ പങ്കെടുത്ത എല്ലാവരും ഇതിൽ തുല്യ പങ്കാളികളാണ്. കാരണം ഈ കേസിൻ്റെ ഒരു പ്രത്യേകത അതല്ലേ. കാരണം ഒരു നടിയെ ആക്രമിക്കൂ എന്ന് പറയുന്നത് മാത്രമല്ല, അവരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയും അതിന് എല്ലാവിധമായിട്ടുള്ള ഒത്താശകൾ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ക്രിമിനൽ കുറ്റത്തിലെ ഓരോ പങ്കാളികളുടെയും പങ്കാളിത്തത്തെ വ്യക്തമാക്കുന്ന ഘടകമാണ്. അത് തുല്യമായിട്ട് തന്നെ കണക്കാക്കാനായിട്ട് കോടതി തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് അവർക്ക് ശിക്ഷ കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നമുക്കറിയാം, ഏത് കുറ്റകൃത്യത്തിൻ്റെ പിന്നിലും ചിലപ്പോൾ ഗൂഢാലോചന ഉണ്ടാവാം. ആ ഗൂഢാലോചന തെളിയിക്കൽ അസാധ്യമായ കാര്യമാണ്.
കാരണം എന്താണ്, ഇന്ദിരാഗാന്ധി വധത്തിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന പോലും അങ്ങനെ തെളിയിക്കപ്പെട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അതുപോലെ ഒട്ടനവധി കേസുകളുണ്ട്. ഗൂഢാലോചനയ്ക്ക് അങ്ങനത്തെ ഒരു വലിയ പ്രശ്നമുണ്ട്. അത് എളുപ്പത്തിൽ അങ്ങനെ തെളിയിക്കപ്പെടുന്നില്ല. കോടതിയെ സംബന്ധിച്ചിടത്തോളം തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് ശിക്ഷ കൊടുക്കാനായിട്ട് കഴിയുള്ളൂ, അല്ലെങ്കിൽ ശിക്ഷിക്കാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് ഇനി ഈ വിഷയത്തിൽ അപ്പീൽ പോകുന്നതാണ് അതിൽ ഈ സംതൃപ്തമാകാത്തതായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായിട്ടുള്ള കാര്യം. അതങ്ങനെ തന്നെ നടക്കട്ടെ. പക്ഷേ ഇപ്പോൾ കൃത്യമായിട്ടും കുറ്റവാളികൾ എന്ന് പറയുന്നത് ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. ആ ശിക്ഷ മാതൃകാപരമാണ്. അത് സമൂഹത്തിന് നൽകുന്ന മെസ്സേജ് വളരെ പോസിറ്റീവാണ് എന്ന് ഞാൻ കണക്കാക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ജീവപര്യന്തം ശിക്ഷയില്ല എന്നിപ്പം കേൾക്കും. ജീവപര്യന്തം ഇല്ല, കാരണം 20 വർഷം കഠിനതരമാണ് ശിക്ഷയുള്ളത്. പക്ഷേ കൂട്ടബലാത്സംഗ കേസിൽ എല്ലാ പ്രതികൾക്കും ശിക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അതിൽ തൃപ്തി ഉണ്ടാകാത്ത കുറേ അധികം ആളുകളുണ്ട്. കാരണം അതിജീവിതയ്ക്കൊപ്പം നിലനിൽക്കുന്നവരും ദിലീപിനൊപ്പം നിലനിൽക്കുന്നവരും ആ രണ്ട് കൂട്ടരും ഈ വിധി വന്നതിന് ശേഷം അവരെ അനുകൂലിക്കുന്നവരാണ്. വിധി വന്നതിന് ശേഷം ചില കാര്യങ്ങൾ തുറന്നു പറയും. ഇവിടെ ഈ പൾസർ സുനിക്ക് ഉൾപ്പെടെ 6 പേർക്കും തുല്യമായിട്ട് ശിക്ഷ കിട്ടിയെങ്കിലും ഈ പൾസർ സുനിയെ അല്ലെങ്കിൽ ഇതിനെ നിയോഗിച്ച വേറൊരാളുണ്ടാവുമല്ലോ, അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പൾസർ സുനി ഇനിയെങ്കിലും അത് തുറന്നു പറയാത്തത്? ഇനി അതല്ല, അതിജീവിത ക്രൂരമായ ഉപദ്രവത്തിന് ഇരയായി പല കാര്യങ്ങളും അഭിഭാഷകർ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരും പൊതുസമൂഹത്തിന് മുമ്പിൽ ഇക്കാര്യം പറഞ്ഞിട്ടില്ല. അവരെ രക്ഷിച്ച ചില ആൾക്കാരുണ്ട്. പിന്നെ മാഡം എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് അന്നും പറയും. ഇതൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇങ്ങനെ പ്രതികരിക്കുന്ന ആൾക്കാരുടെ വായിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ, ഒളിച്ചു വെക്കപ്പെട്ട കാര്യങ്ങൾ ഇനി പുറത്തേക്ക് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവോ? പ്രതീക്ഷിക്കാൻ പറ്റില്ല. എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കുറ്റകൃത്യം ഞാൻ കൊട്ടേഷൻ എടുത്തതാണെന്നോ അല്ലെങ്കിൽ എന്നെ ഇതിന് നിയോഗിച്ചത് ഇന്ന ആളുകളാണെന്നോ പൾസർ സുനി വിളിച്ചു പറഞ്ഞതുകൊണ്ട് മാത്രം പൾസർ സുനി കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല. പൾസർ സുനിക്ക് അപ്പോഴും അവനാണ് ഇതിന് മുൻകൈ എടുത്ത് ഈ കുട്ടിയെ അപമാനിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് അയാളാണെന്ന് നിയമത്തിന് മുമ്പിൽ തെളിഞ്ഞു. ആ പണിഷ്മെന്റിൽ ഒരു കുറവും വരില്ല. പക്ഷേ ഇങ്ങനെ ആരെങ്കിലും അതിന് പിന്നിൽ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയ ആളോ അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുക്കുകയോ കൂലി കൊടുക്കുകയോ ഒക്കെ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ആരായിരുന്നാലും, ഇപ്പൊ ദിലീപ് ആണെങ്കിൽ പോലും ദിലീപിന് കൂടി ശിക്ഷ കിട്ടും എന്നല്ലാതെ പൾസർ സുനി രക്ഷപ്പെടാൻ പോകുന്നില്ല. അപ്പോൾ ഒരു പക്ഷേ ഇനി അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം മിണ്ടാതിരിക്കുന്നതാവാം. പക്ഷെ നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദ, ഈ ദിലീപ് ഇതിൽ പ്രതിയാണ്, ഗൂഢാലോചന നടത്തിയ ദിലീപാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ സാഹചര്യ തെളിവുകളാണ്. ദിലീപും ഈ അതിജീവിതയും നേരത്തെ ഉണ്ടായിരുന്ന ബന്ധം, ദിലീപിൻ്റെ ആദ്യ ഭാര്യയും രണ്ടാമത്തെ ഭാര്യയും ഈ അതിജീവിതയും തമ്മിലുണ്ടായിരുന്ന അടുപ്പം, അവരുടെ ഇടയിൽ നടന്ന സാമ്പത്തികവും വൈകാരികവുമായ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, അത് വഷളായത്, ഇതൊക്കെയാണല്ലോ ഈ പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ലോജിക്കാണ്. ആ ലോജിക്ക് അനുസരിച്ച് ദിലീപ് ഇതിൻ്റെ പിന്നിലുണ്ടാകാമെന്ന് സംശയിക്കാൻ ആർക്കും അവകാശമുണ്ട്. പക്ഷെ കോടതി വിധി എന്ന് പറയുന്ന ഒരു സാധനം, അങ്ങനെയാണെങ്കിൽ നമ്മൾ തന്നെ വിധി പറഞ്ഞാൽ മതി, നമ്മൾ തന്നെ വിചാരണ ചെയ്താൽ മതി, നമ്മൾ തന്നെ പോയി നടപ്പാക്കിയാൽ മതി. ഒരു രാജ്യത്തിന് നിയമം എന്നൊരു സംവിധാനം ഉള്ളപ്പോൾ ഇവരൊക്കെ മാന്യമായി ജനാധിപത്യ സംവിധാനത്തെ, നമ്മുടെ രാജ്യത്തെ, ഭരണഘടനാപരമായ നമ്മുടെ നീതിന്യായ സംവിധാനത്തെ ബഹുമാനിക്കുന്നവരാണെങ്കിൽ ഈ അതിജീവിതയുടെ കൂടെ നിൽക്കുന്ന എല്ലാവരും ഇന്നലെ മുതൽ പറയേണ്ടിയിരുന്നത്, ഞങ്ങൾ ദിലീപ് പ്രതിയാണെന്നും ദിലീപ് കുറ്റവാളിയാണെന്നും സംശയിച്ചിരുന്നു, ഇപ്പോൾ ഞങ്ങളുടെ നീതിപീഠം പറഞ്ഞിരിക്കുന്നു ദിലീപ് കുറ്റവാളിയല്ല. ഇനി അതാണ് രാജ്യത്തിൻ്റെ നിലപാട്, അതാണ് തെളിയിക്കപ്പെട്ട നിലപാട്. അതിനപ്പുറത്തേക്ക് തെളിയിക്കാൻ ഞങ്ങൾക്കാവില്ല. അത് ചെയ്യേണ്ടത് സിസ്റ്റമാണ്, രാജ്യമാണ് എന്ന് പറയുന്നതാണ് ജനാധിപത്യപരമായ മര്യാദ. അതവർ പാലിക്കുന്നില്ല എന്നതാണ് ഇതിനകത്തെ കുറ്റം. ബാക്കിയൊക്കെ അവരുടെ ഗ്രീവൻസ് ഉണ്ടാകാം, അവരുടേതായ ഫ്രസ്ട്രേഷൻ ഉണ്ടാവാം. അതൊന്നും നീതിന്യായപീഠത്തെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. നീതിന്യായത്തിന് മുമ്പിൽ എന്താ വരിക? ഇവരുടെ മുൻധാരണകളോ മുൻപരിചയമോ ഇവർക്ക് ഈ കേസിലുള്ള നിലപാടുകളോ ഒന്നും കോടതിയുടെ മുമ്പിൽ വരില്ല. കോടതിയുടെ മുമ്പിൽ ഈ കേസിൽ പ്രതിയാക്കപ്പെട്ട ഈ 8 പേരിൽ ആരുടെയൊക്കെ പേരിൽ തെളിവുകൾ കണ്ടെത്താൻ പറ്റി, അതല്ലേ പറ്റുള്ളൂ. അതാണ് ഇതിൽ പാലിക്കേണ്ട ഒരു മര്യാദ അതാണ്. പിന്നെ എന്തുകൊണ്ട് പൾസർ സുനി പറയുന്നില്ല എന്ന് ചോദിച്ചാൽ, പൾസർ സുനി കൂടാതെ ആരെങ്കിലും അദ്ദേഹത്തെ ഏൽപ്പിച്ചതാണോ? അതല്ല, പൾസർ സുനി ഇപ്പോൾ കോടതിയുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ സ്വമേധയാ ചെയ്തതാണ്, എൻ്റെ ഒരു നിമിഷ നേരത്തെ ഇത്തരം ദൗർബല്യങ്ങൾ അദ്ദേഹം പ്രൂവ് ചെയ്തു. അങ്ങനെയാണ് അത്ര കോടതിയിൽ വക്കീൽ വാദിച്ചത്, അദ്ദേഹത്തിനെതിരായ വക്കീലും വാദിച്ചത് അങ്ങനെയാണ്. ഇത്തരം വീക്ക്നെസ്സുകളിൽ പലപ്പോഴും ഈ പയ്യൻ പെട്ടുപോയിട്ടുണ്ട്. മുൻ അനുഭവങ്ങളുണ്ട്, വാർത്തകളുണ്ട്, കേസുകളും ഒക്കെ ഉണ്ട്, പുരാതികൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവൻ്റെ സ്വമേധയാ അവൻ ചെയ്ത കുറ്റമാണെന്നാണ് പറയുന്നത്. അത് കോടതി അംഗീകരിച്ചു, ശിക്ഷ കൊടുത്തിരിക്കുന്നു. 20 കൊല്ലം കഠിന തടവും 50,000 രൂപ പിഴയും. അത് അനുഭവിക്കാൻ അവൻ തയ്യാറായിരിക്കുന്നു. ഇനി ചെയ്യാവുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇനി അതിജീവിതക്കൊപ്പം നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പണിഷ്മെന്റ് പോരാ എന്ന് പറയുന്നവർ അപ്പീൽ പോകട്ടെ, ഹൈക്കോടതിയിൽ പോകാം, സുപ്രീം കോടതി വരെ പോകാം. ഒരു പക്ഷേ കേസ് നടത്താനൊക്കെ അതിജീവിതയുടെ കൂടെ നിൽക്കുന്നവർക്കും
ഒക്കെ ധാരാളം ഫണ്ടും കിട്ടുമായിരിക്കും. അവർ ചെയ്യട്ടെ, ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു ഒറ്റ കാര്യമുള്ളൂ. അപ്പോൾ എന്താണോ വിധി പറയുന്നത് അപ്പോൾ ആ വിധിയെ അംഗീകരിക്കുക. വേറൊന്നും നമ്മുടെ മുമ്പിലില്ല. അല്ലെങ്കിൽ നീതി നടത്താൻ, വിധി നടപ്പാക്കാൻ അവകാശമില്ലാത്ത വ്യക്തികൾ, പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ, മൂവ്മെന്റുകൾ ഒന്നും നീതിന്യായ പീഠത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഇപ്പം ദിലീപിനെ ഈ കേസിൽ കുടുക്കാൻ പറ്റിയില്ല, അല്ലെ ദിലീപിന് കുറ്റം ആരോപിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവർ FK നിന്ന് രാജിവെച്ച ചില സംഭവങ്ങളുണ്ട്. എന്നിട്ട് പറഞ്ഞ് ഇവിടെയല്ലല്ലോ കോടതി തീരുന്നില്ലല്ലോ, ഇനിയുമുണ്ട്, ഞങ്ങൾ ഈ നീതി തേടി പോകും. അപ്പോൾ 20 വർഷം ഇവിടെ ശിക്ഷ വിധിക്കുന്നു. ഇനി അതിനപ്പുറത്തേക്ക് ഭാഗ്യലക്ഷ്മി പോലെയുള്ളവർ ഇരയ്ക്ക് നീതി തേടി അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് നീതി തേടി വീണ്ടും മുന്നോട്ടേക്ക് പോകുന്നതന്നെ പ്രതീക്ഷിക്കാം. അല്ലേ, പോകട്ടെ, അതിലൊന്നും പ്രശ്നമില്ല എന്നാണ് സാറ് പറഞ്ഞത്. അല്ല, നമുക്ക് അങ്ങനെ കണക്കാക്കാൻ പറ്റുള്ളൂ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ഞാൻ കാണുന്നത്, നമ്മൾ പല കേസുകളും വിധിക്കുമ്പോൾ ഈ സ്ത്രീകൾ പീഡിക്കപ്പെടുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല കൃത്യമായിട്ട്. ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഡയറക്റ്റ് ഇൻവോൾവേഴ്സ് ആരാണോ അവരെല്ലാം ശിക്ഷിക്കപ്പെട്ടു. അത് ഈ കേസിൻ്റെ ഒരു അല്ലെങ്കിൽ ഈ വിധിയുടെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റ് ആണ്. അത് നമ്മൾ സംതൃപ്തമാക്കുന്ന ഒരു കാര്യമാണ്. മറ്റത് ശരിയാണ്, അങ്ങനെ ഒരു വശം ഉണ്ടാവും. കാരണം ഇത് ഇയാളൊരു ഹാബിച്വൽ ഒഫൻഡർ എന്ന നിലക്കാണ് ഈ കേസ് ഇനി കോടതി കണ്ടാക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇയാൾ ഒരു സ്ഥിരം കുറ്റവാളിയാണ്, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരുത്തനാണ്. അതുകൊണ്ട് അതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന ഒരു അന്വേഷണത്തിൽ കാര്യമായിട്ട് മുന്നോട്ട് നീങ്ങാനായിട്ട് കോടതി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കോടതി അത് അയാളിലും അയാളുടെ കൂടെ നിന്ന ആളുകളിലുമൊക്കെ ആയിട്ട് അവസാനിപ്പിക്കുകയും അവർക്ക് കൃത്യമായി ശിക്ഷ കൊടുക്കുകയും ചെയ്തു. എന്തായാലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. പിന്നെ ഈ പറഞ്ഞ കേസുകളൊക്കെ മനുഷ്യന്റെ കോമൺ സെൻസ് വെച്ച് നമ്മൾ ചിന്തിക്കുന്നതാണ്. ദിലീപ് ഉണ്ടാവാം, ചിന്തിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ 8 കൊല്ലം കൊണ്ട് ദിലീപ് എന്ന കലാകാരന്റെ ജനപ്രീതിക്ക് കിട്ടേണ്ട പണിഷ്മെന്റ് ഈ 8 കൊല്ലം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അതിലൊക്കെ ഉണ്ടാകും, ഈ പ്രശ്നങ്ങളിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും സ്വാഭാവികമായിട്ട്. ഏതാണ്ട് 8 വർഷം നീണ്ടു നിന്ന ഈ സംഭവത്തിന് ഒടുവിൽ ശിക്ഷാവിധിയായിരിക്കുന്നു 20 വർഷം കഠിന തടവ് വിധിക്കപ്പെട്ടു. ജീവപര്യന്തമല്ല. എന്തായാലും അങ്ങനെ ഒരു വിധി വന്നതോടുകൂടി താൽക്കാലികമായിട്ടെങ്കിലും ഈ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നവർക്ക് ആശ്വാസമായി കാണുമെന്ന് പ്രതീക്ഷിക്കാം. അല്ല, അതിജീവിതയ്ക്കും തീർച്ചയായിട്ടും ആശ്വസിക്കാം. തന്റെ പോരാട്ടത്തിൽ വിജയമുണ്ട്, വലിയ വിജയം. ഇനി അതിന്റെ അപ്പുറത്തുള്ളൊരു ഘട്ടം എന്ന് പറഞ്ഞാൽ മറ്റൊരു ഘട്ടമാണ്. തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.